ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ അവിടുന്ന് നമ്മളെ വണ്ടിയിൽ തന്നെ ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ നഹർഗഡ് ഫോർട്ടിലാണ് നമ്മളുള്ളത്. ഈ നഹർഗഡ് ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരവല്ലി മൗണ്ടൻസ്, അതായത് ആരവല്ലി മൗണ്ടൻസിലാണ് ഈ നഹർഗഡ് ഫോർട്ട് ഉള്ളത്. ഇവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ ജയ്പൂരിലെ ഒരു രാജകുമാരൻ, പുള്ളിയുടെ പേര് നഹർ സിംഗ് എന്നായിരുന്നു ആ രാജകുമാരൻ്റെ പേര്. അപ്പോൾ ഇവിടെ പണി നടക്കുന്ന സമയത്ത് പുള്ളിയുടെ ആത്മാവ് ഈ പണിയൊക്കെ ഇങ്ങനെ തടസ്സപ്പെടുത്തായിരുന്നു പോലും. അപ്പോൾ തടസ്സപ്പെടുത്തുന്ന സംഭവത്തിൽ പണി നടക്കാണ്ട് വന്നപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം പണിഞ്ഞു. അങ്ങനെ ക്ഷേത്രം പണിഞ്ഞ ശേഷമാണ് ഈ നഹർഗഡ് ഫോർട്ട് മുഴുവനായിട്ടും പണിത് കഴിഞ്ഞത്. അങ്ങനെ പണിത് കഴിഞ്ഞപ്പോൾ ആ രാജകുമാരൻ്റെ പേര് ഈ ഫോർട്ടിന് ഇടുകയായിരുന്നു. ഇത് പൊടിയാണല്ലോ. ആള് ഇവിടെ വഴിയിലാണ്. അവിടെ മാജിക്കുകാരനൊക്കെ മാജിക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പാവക്കളി നടക്കുന്നുണ്ട്. ഇവിടെ ഒരു കടുവയുടെ എന്തൊക്കെയോ ഷോപ്പ് നടക്കുന്നുണ്ട്. ബാഹുബലി ഉണ്ട് ഇവിടെ. ഇത് രഥത്തിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് പാവകളി നടക്കുന്നത്. കുറേ പാവകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊരു വലിയ താഴ, ഉള്ളി താക്കോലും വലിയ താഴ. ഇതാണ് കോട്ടയ്ക്കുള്ളിൽ, ഈ കോട്ടേൻ്റെ ഉള്ളിൽ രാജാക്കന്മാരുണ്ടാക്കിയിട്ടുള്ളതാട്ടോ ഇത്. ഇവിടെ രാജാക്കന്മാരും ബാക്കിയുള്ളവരൊക്കെ അവരുടെ വേനൽക്കാല വസതിയായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത്. ഇൻഡോ യൂറോപ്യൻ സ്റ്റൈലിലാട്ടോ, ആ ഒരു ശൈലിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഫോർട്ടും അതുപോലെ തന്നെ നമ്മളുടെ ആംബർ ഫോർട്ടും കൂടി കണക്ട് ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ അടിയിലൂടെ ഒരു തുരങ്കം ഉണ്ടെന്നാണ് പറയുന്നത്, കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ കിളികൾക്കും അതുപോലെ ഈ പട്ടികളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ആ സ്ഥലം. അതായത് ചെറിയ ഓരോരോ പാത്രങ്ങൾ പോലെ അങ്ങനെ ഒരു കുഴിയുള്ള എന്തെങ്കിലും ഉണ്ടാവും, അതിലേക്ക് വെള്ളം ഉണ്ടാവും. എന്നിട്ട് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇത് ആരായിരിക്കും ഫില്ല് ചെയ്യുക? ഇവിടെ മാത്രമല്ല കേട്ടോ, ഈ വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടുപോയി കാട്ടിലും ഒക്കെ മരത്തിലൊക്കെ ഇങ്ങനെ ഓരോരോ ഒരു പാത്രം ഇങ്ങനെ തൂക്കിയിട്ടിട്ട് വെള്ളം അതിനകത്ത് വെച്ചിട്ടുണ്ടാവും. ആരാണത് നിറയ്ക്കണമെന്നുള്ള കാര്യത്തിലാണ് എനിക്കൊരു സംശയം. ഞാൻ ഈ സ്റ്റെപ്പ് കയറി പോകുന്നുണ്ടേ. ഇവിടെ എല്ലായിടത്തും ഷെൽഫാണല്ലോ. ഇതിന് ഇത്രയും മാത്രം ഷെൽഫ്. ഇവിടുത്തെ വഴിയൊക്കെ കാണാം, ഭയങ്കര ചെറിയ വഴിയാട്ടോ. ഒരാൾ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ട് ഈ വഴിയൊക്കെ.
പിന്നെ ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുകളാട്ടോ ഈ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഈ സൺസെറ്റാണ് ഇവിടുത്തെ മെയിൻ. ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഭയങ്കര സൂപ്പറാണ്. ഈ ഉണ്ണിത്താട്ടിനും അനന്തമൊക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അടിപൊളി വ്യൂ ആട്ടോ. കുറേ ആളുകൾ വന്നിട്ടുണ്ട്. പെപ്സിയുടെ ബാക്കിയുള്ള കുപ്പി ഓട്ടയാക്കിയിട്ട് പെപ്സി കുടിക്കുന്ന കുരങ്ങിനെ കണ്ടോ? ആ കുരങ്ങിൻ്റെ പാല് കുടിക്കുന്ന കുഞ്ഞു കുരങ്ങ്. ക്യാമറ എടുത്തോണ്ട് പോവല്ലേ? എല്ലാവരും നിൽക്കണ പോലെ മിനാരത്തിൻ്റെ ഇടയിൽ നമ്മൾ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാൽ മാത്രമേ ഇവിടെ നിന്നുള്ള സൺസെറ്റ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. ഈ കാണുന്നത് ഫുള്ള് ജയ്പൂർ സിറ്റി ആട്ടോ. ഇരുന്നിരുന്ന് രാത്രിയായി, പക്ഷെ ഒരു രക്ഷയില്ല. പൊള്ളി വ്യൂ ആട്ടോ ഇവിടെ. എന്തായാലും നമ്മൾ ഇവിടേക്ക് ജയ്പൂർ വരുന്നുണ്ടെങ്കിൽ ഈ ഫോട്ടിൽ എന്തായാലും വന്നേ പറ്റൂ. രാജസ്ഥാനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഭയങ്കര തണുപ്പാണ് ഇവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോവാണിപ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്നുള്ളതെല്ലാം കണ്ടു. ഇനി നമുക്ക് കുറേ സ്ഥലം വീണ്ടും കാണാനുണ്ട്. ഈ വണ്ടി കുടിക്കല്ലേ? ഇനി നമുക്ക് അടുത്തത് ചിലപ്പോൾ നമ്മൾ ഹവാമഹലിലേക്കായിരിക്കും പോകുന്നത്. ഇനി ഒന്നും അല്ലെങ്കിൽ നമ്മൾ നേടിയ ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ പോയി കിടന്നുറങ്ങും. നമ്മുടെ വണ്ടി ഓടിച്ച ചാച്ചിക്ക് വയ്യാട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നടക്കാൻ തീരുമാനിച്ചിരിക്കുക. പുള്ളിക്ക് തലവേദന ആയതുകൊണ്ട് പുള്ളി കുറേ നേരം തൊട്ട് നമ്മളോട് പറയുന്നുണ്ട് മരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് മരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പുള്ളി നമ്മൾ ഏകദേശം വണ്ടിയൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് വിട്ടത്. എന്നിട്ട് പുള്ളി പോയിട്ടുണ്ട്. ഇവിടെ നല്ല ലസ്സി കിട്ടുമെന്ന് നമ്മൾ കണ്ടു. അതാട്ടോ നമ്മളിങ്ങോട്ടേക്ക് വന്നത്. ശർമ്മ ലസ്സി വാല, അതാണ് കടയുടെ പേര്. നമ്മൾ ലസ്സി കുടിക്കാൻ വന്നതാണ്. പിന്നെ ചായ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഇരിക്കണം. Thank you, sir. ഓക്കെ, ആ താങ്ക് യു. അങ്ങനെ ലസ്സി ഷോപ്പിൻ്റെ അവിടെ നിന്ന് നടന്ന് നമ്മൾ ഹവാ മഹൽ എത്തിയിട്ടുണ്ട്. ഒത്തിരി പേര് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ടോ. പിന്നെ ഇതിൻ്റെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് രാജാവ് ഇത് ഒരു സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാട്ടോ. സ്ത്രീകൾക്ക് പുറം ലോകം കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഹവാ മഹൽ എന്ന് പറയുന്നത്. കാറ്റുകളുടെ മഹൽ, അതാണ് ഹവാ മഹൽ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമെ ഇതിൻ്റെ 4 ഭാഗത്തും പുറമെ കാണുന്നത് മാത്രമേ ഉള്ളൂ ചിത്രപ്പണികൾ. അകത്തേക്കൊന്നും ചിത്രപ്പണികളില്ല. 5 നിലകളിലായിട്ടാണ് ഈ ഹവാ മഹൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടാണ് കേട്ടോ. നല്ല വ്യൂ ആണ്, നല്ല സൂപ്പർ വ്യൂ ആണ്. കൃഷ്ണൻ്റെ കിരീടത്തിൻ്റെ മാതൃകയിലാണ് ഈ ഒരു ഹവാ മഹൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഭയങ്കര വ്യൂ ആട്ടോ. ഓരോരോ ചെറിയ ചെറിയ ബോക്സുകളായിട്ടുള്ള വ്യൂ ആണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ടുക് ടുക്കിൽ പോവുകയാണ്. നമ്മളുടെ ടുക് ടുക് യാത്ര, ആദ്യത്തെ ടുക് ടുക് യാത്ര. അയ്യോ, എനിക്ക് അവിടെ ഇരിക്കണം. അയ്യോ, ഞാൻ കയറിയില്ല. ഓല്ലേ, പിടിച്ചിരുന്നോ? പറഞ്ഞു പോണ്ട. ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലേ. ഹോസ്റ്റലിൽ ഉള്ളത്തെ സംഭവങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ.